നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ധർമ്മടത്തെയും പയ്യന്നൂരിലെയും UDF സ്ഥാനാർത്ഥികൾക്ക് ജീവന ഭീഷണിയും. ഇരു സ്ഥാനാർത്ഥികളെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ രണ്ടു മണ്ഡലങ്ങളിലും നടക്കുന്നതായി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ധർമ്മടത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിന്റെ പ്രചരണ വാഹനം തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്തതായി പരാതി ഉയർന്നു. ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം. മുഴപ്പാല കൈതപ്രാത്ത് വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ സമയത്താണ് ഈ സംഭവങ്ങൾ നടന്നത്. CPM പ്രവർത്തകൻ ലിജുവിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സഞ്ചരിച്ച പ്രചരണ വാഹനം തടഞ്ഞ് ആക്രമിക്കുകയും പുറത്തിറങ്ങിയ അബ്ദുൾ റഷീദിനെതിരെ കൊലവിളി നടത്തുകയും ചെയ്തുവെന്നാണ് പരാതി. പയ്യന്നൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണനെതിരെ CPM നിരന്തരം പോലീസിൽ പരാതി നൽകുകയാണ്. നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം 5 പരാതികളാണ് നൽകിയത്. പോലീസിന് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥിയായ മധുസൂദനനാണ് ഒടുവിലത്തെ പരാതി നൽകിയത്. കുഞ്ഞികൃഷ്ണനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് മധുസൂദൻ അറിയിച്ചു. സമൂഹ മാധ്യമത്തിൽ പയ്യന്നൂർ റൂറൽ ബാങ്കിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ആരോപിച്ച ബാങ്ക് പ്രസിഡന്റ് KK ഗംഗാധരൻ ഒരു പരാതി നൽകിയിട്ടുണ്ട്. 2 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ഭംഗിയായി നടന്നാൽ ഭാഗ്യം എന്നേ പറയേണ്ടതുള്ളൂ. ധർമ്മടത്ത് സ്ഥലത്തുണ്ടായിരുന്ന പ്രവർത്തകർ തടഞ്ഞത് കാരണമാണ് ആക്രമി പിന്തിരിഞ്ഞു പോയത്. സ്ഥാനാർത്ഥി പരാതിപ്പെട്ടിട്ടും കൊലവിളി മുഴുക്കിയ CPM പ്രവർത്തകരെ സ്ഥലത്തെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച VP അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുൻപിലെത്തി പ്രതിഷേധിച്ചു. CPM ക്രിമിനൽ സംഘം ധർമ്മടം മണ്ഡലത്തിൽ പ്രചരണം നടത്തുന്ന തനിക്കും പ്രവർത്തകർക്കുമെതിരെ തുടർച്ചയായി തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നും തന്റെ പ്രചരണ വാഹനത്തിന് കുറുകെ ബൈക്ക് ലോക്കാക്കി നിർത്തിയിട്ട് ലിജു ആക്രമിക്കാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നത് ആകാംക്ഷയുണ്ടാകുന്നതായിരുന്നു. യുവ നേതാവ് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിനെയാണ് പിണറായി വിജയനെ നേരിടാൻ പാർട്ടി തെരഞ്ഞെടുത്തത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ KPCC മെമ്പറായ അബ്ദുൾ റഷീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ 2021 UDF സ്ഥാനാർത്ഥിയായിരുന്നു. 55 വർഷത്തോളം ഇടതുകോട്ടയായ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച തോൽവിക്കിടയിലും ശ്രദ്ധിക്കപ്പെടുകയുണ്ടായിരുന്നു. മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുവാപ്പുഴ സംബ്രാം സ്വദേശിയാണ്. പാലക്കാട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB പാസ്സായ അബ്ദുൾ റഷീദ് കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് കടന്നുവന്നത്. ഈ കാലയളവിൽ ജീവൻ അപകടത്തിലാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് 1 വർഷം പോലീസ് സുരക്ഷയിലായിരുന്നു പഠനം. കോൺഗ്രസിന്റെ ബാലജനസഖ്യത്തിൽ വളരെ ചെറുപ്പം മുതലേ സജീവമായിരുന്ന അബ്ദുൾ റഷീദ് പിന്നീട് KSU യൂണിറ്റ് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവികൾ നിർവഹിച്ചിട്ടുണ്ട്. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. KPCC അംഗമെന്ന നിലയിൽ കാസർഗോഡ് ജില്ലയുടെ സംഘടനാ ചുമതലയുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ CPMന്റെ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടി. 50,000 വോട്ടിൽ നിന്ന് വോട്ട് വിഹിതം 70,000 ഉയർത്തി. പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ 5 വർഷം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃനിരയിൽ ശ്രദ്ധേയനായത്. KK ഹംസ മറിയം ദമ്പതികളുടെ മകനാണ്. മുസ്ലിം ലീഗ് നേതാവും എളവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, പള്ളിക്കുന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, കണ്ണൂർ നഗരസഭ മുൻ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച വനിതാ ലീഗ് മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന റോഷിനി ഖാലിദിന്റെയും റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ P ഖാലിദിന്റെയും മകൾ ഡോക്ടർ ഷഹലയാണ് ഭാര്യ. മക്കൾ മുഹമ്മദ്, ഇനാറ തുടങ്ങിയവരാണ്. പ്രചരണ വാഹനത്തിൽ നിന്നും ഇറങ്ങിച്ചെന്ന തന്നെ പിടിച്ചു തള്ളുകയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും എല്ലാത്തിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് അബ്ദുൾ റഷീദ് പറയുന്നത്. ഇത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ്. ധർമ്മടത്ത് പരാജയ ഭീതിയിലുള്ള പിണറായി കമലഹാസനെയും വേടനെയും ഒക്കെ പ്രചരണത്തിന് കൊണ്ടുവരുമ്പോൾ ജനാധിപത്യപരമായി പ്രചാരണം നടത്തുന്ന തങ്ങളെ തടയുകയാണ് എന്നും ഇതിൽ നിന്നും താനോ പ്രവർത്തകരോ ആക്രമം ഭയന്ന് പിന്മാറില്ല എന്നുമാണ് അബ്ദുൾ റഷീദ് പറയുന്നത്. ആക്രമിയെ അറസ്റ്റ് ചെയ്യുന്നവരെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം സ്ഥാനാർത്ഥിക്കെതിരെയുള്ള കയ്യേറ്റത്തിലും കൊലവിളി ഭീഷണിയിലും കണ്ണൂർ DCC പ്രതിഷേധം അറിയിച്ചു. പരാജയ ഭീതിയിൽ CPM അവരുടെ അവസാനത്തെ അടവായ ആക്രമണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിനെ പ്രചരണ വാഹനം തടഞ്ഞു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവം സമാധാനപരമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള CPMന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ്.
ആക്രമണം നടത്തി ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കി പോളിംഗ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. സ്ഥാനാർത്ഥികളെ തടയുകയും പ്രചരണ വാഹനങ്ങൾ ആക്രമിക്കുന്നതും ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല. കനത്ത പരാജയം മുന്നിൽ നിൽക്കെ സമനില തെറ്റിയ മട്ടിലാണ് CPM ക്രിമിനലുകളെ രംഗത്തിറക്കിയത് എന്നും ഇത്തരം നെറുകേടുകൾക്ക് പൊതുജനം വോട്ടിലൂടെ മറുപടി നൽകുമെന്നും പാർട്ടിയിൽ ജോർജ് പറയുന്നു. തളിപ്പറമ്പ് സീറ്റിലേക്ക് ഏറെ പറഞ്ഞുകേട്ട സ്ഥാനാർത്ഥിയായ അബ്ദുൾ റഷീദ് തളിപ്പറമ്പിൽ CPM-ലുണ്ടായ പൊട്ടിത്തെറിയോടുകൂടിയാണ് ധർമ്മടത്തെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടത്. മൂന്നാം ഊഴം കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരത്തിനിറങ്ങുന്ന നിയമസഭാ മണ്ഡലം അതാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. പേരിലെ കൗതുകം കൊണ്ട് PV വിസിസ് VP പോരാട്ടത്തിൽ കൂടിയാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ അംഗത്തട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന വിശേഷണം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയും CPM-ലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളുമായ പിണറായി വിജയൻ അണികൾക്കിടയിൽ അറിയപ്പെടുന്നത് PV എന്നാണ്. പിണറായി വിജയൻ എന്ന പേരിന്റെ ചുരുക്കെഴുത്താണ് PV എന്ന് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ പിണറായിയെ PV എന്ന് അഭിസംബോധന ചെയ്യുന്നവർ ഏറെയുമുണ്ട്. CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ് ധർമ്മടം. ധർമ്മടത്ത് നിന്ന് 3 വട്ടവും MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് CPM കരുത്താണ്. 2011 കോൺഗ്രസിന്റെ കരുത്തനായ മമ്പറം ദിവാകരനെ തോൽപ്പിച്ച KK നാരായണൻ നിയമസഭയിലെത്തി. 2016-ലും 2021-ലും പിണറായി വിജയൻ എതിരാളികളില്ലാതെ ധർമ്മടത്തെ ജേതാവായി. 2016-ൽ 36,905 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ധർമ്മടത്തെ പിണറായിക്ക് വിജയിച്ചു കയറിയത്. ബ്രണ്ണൻ കാലം തൊട്ടുള്ള എതിരാളി മമ്പറം ദിവാകരനെ തോൽപ്പിച്ചായിരുന്നു ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ തേരോട്ടം തുടങ്ങിയത്. 2021-ൽ C രഘുനാഥൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പിണറായിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷം കടന്നു എന്നത് ചരിത്രമാണ്. BJP സ്ഥാനാർത്ഥിയായിരുന്ന CK പത്മനാഭന് 14,623 വോട്ടുകളിൽ ഒതുങ്ങിയതിലുമുണ്ട് മണ്ഡലത്തിന്റെ ചരിത്രം. LDF 2.0-യും കടന്ന് 3.0 ലക്ഷമിട്ടാണ് ഇക്കുറി പിണറായി വിജയൻ ധർമ്മടത്ത് തുടർച്ചയായ 3-ാം അംഗത്തിന് ഇറങ്ങുന്നത്. UDF-നായി VP അബ്ദുൾ റഷീദ് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയെങ്കിലും NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ എന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. എന്നാൽ അതിനുശേഷം NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വന്ന് പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. PK ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയത് ചോദ്യം ചെയ്ത് മുതിർന്ന നേതാവ് TK ഗോവിന്ദൻ CPM-മായി അകന്നതോടുകൂടി തളിപ്പറമ്പിൽ TKയെ പിന്തുണയ്ക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു UDF. ഇതോടെയാണ് അപ്രതീക്ഷിതമായി തളിപ്പറമ്പ് വിട്ട് VP അബ്ദുൾ റഷീദ് സ്ഥാനാർത്ഥിയായി ധർമ്മടത്തേക്ക് വണ്ടി കയറിയത്. ധർമ്മടം പിണറായിക്ക് ഭീഷണിയായി മാറുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ്. കണ്ണൂരിൽ KPCC പ്രസിഡന്റ് K സുധാകരന് 1,89,82 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 2019-ൽ PK ശ്രീമതിക്കെതിരെ K സുധാകരന്റെ ഭൂരിപക്ഷം 94,559 ആയിരുന്നു. ഇടതു കോട്ടകളെല്ലാം വീഴ്ത്തിയായിരുന്നു സുധാകരന്റെ മുന്നേറ്റം. കണ്ണൂർ, അഴീക്കോട്, പേരാവൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിൽ വമ്പിച്ച ലീഡോടുകൂടി സുധാകരൻ മുന്നേറിയപ്പോൾ ധർമ്മടത്തും മട്ടന്നൂറും CPM-ന്റെ ലീഡ് ഗണ്യമായി കുറഞ്ഞു. ഇതിൽ ധർമ്മടം പിണറായിയുടെ മണ്ഡലമാണ്. ഉണ്ണിത്താൻ 2-ാം വിജയം നേടിയ കാസർഗോഡും ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും CPM-ന് മുന്നേറാനായില്ല. 2019 വരെ ഇടതുപക്ഷത്തിനായിരുന്നു മണ്ഡലം. 2019-ൽ ഉണ്ണിത്താൻ കന്നി അംഗം നടത്തിയപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം 40,438 ആണ്. അതാണ് 2-ാം അംഗത്തിൽ ഉണ്ണിത്താൻ 1,649,000 ഉയർത്തിയത്. കോഴിക്കോടാണ് CPM-നെ വിറപ്പിച്ച മറ്റൊരു മണ്ഡലം. 7 നിയമസഭാ മണ്ഡലത്തിൽ കൊടുവള്ളി ഒഴിച്ച 6-ഉം കയ്യിലുണ്ടായിട്ടും ഒരിടത്തുപോലും ഭൂരിപക്ഷം ഉയർത്താനായില്ല. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെ 4-ാം ഊഴത്തിൽ MK രാഘവൻ പരാജയപ്പെടുത്തിയത് 1,46,276 വോട്ടിനാണ്. കഴിഞ്ഞ തവണ രാഘവന് കിട്ടിയ ഭൂരിപക്ഷം 85,225 ആണ്. മലബാറിൽ വടകര കഴിഞ്ഞാൽ CPM ഏറ്റവും പ്രതീക്ഷ വെച്ച മണ്ഡലം പാലക്കാടായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ മത്സരിച്ച മണ്ഡലം. കഴിഞ്ഞ തവണ UDF-ൽ നിന്ന് VK ശ്രീകണ്ഠൻ കന്നി മത്സരത്തിൽ ജയിച്ച 11,637 വോട്ടിനാണ്. അതാണ് A വിജയരാഘവനെതിരെ 75,283 വോട്ടായി ഉയർത്തിയത്. എന്തായാലും ഇനി 6 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. 6-ാം തീയതി, അതായത് ഏപ്രിൽ 6-ാം തീയതി എല്ലാ ജനങ്ങളും വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. പിണറായി 3.0 ആണോ അതോ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ നയിക്കുന്ന കോൺഗ്രസ് ആണോ ഭരണത്തിലേറാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം.